പഹൽഗ്രാം ആക്രമണത്തിൻ്റെ 23-ാം നാളിൽ ഇന്ത്യ പാക് അതിർത്തി തുറന്നിരിക്കുന്നു. അവിടെ സ്ഥിതിഗതികൾ താരതമ്യേന ശാന്തമാണ് എന്നാണ് അതിൻ്റെ സൂചന. അതിനർത്ഥം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നല്ല. ഇന്ത്യ നിതാന്തമായ ജാഗ്രതയിലാണ്. അതിർത്തി കൂടുതൽ ശക്തിപ്പെടുത്തുവാനും രാജ്യം തീരുമാനിച്ചിട്ടുണ്ട്. വിശ്വസിക്കുവാൻ കൊള്ളാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഇതിനോടകം തന്നെ പലവട്ടം തെളിഞ്ഞിട്ടുള്ളതാണ്. ഭീകരരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് സമാധാനം ആഗ്രഹിക്കാനോ വാക്കുപാലിക്കാനോ സാധിക്കുകയില്ല. അപ്രതീക്ഷിതമായിട്ടാണ് പഹൽഗ്രാമിൽ ഭീകരാക്രമണമുണ്ടായത്. നിരപരാധികളായ 26 പേരെയാണ് അറുംകൊല ചെയ്തത്. അത് ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ മുറിവായിരുന്നു. ഇന്ത്യ ഒരിക്കലും യുദ്ധമോ അക്രമമോ ആഗ്രഹിക്കുന്നില്ല. അത് ഇന്ത്യയുടെ സ്വഭാവത്തിന് ഇണങ്ങുന്ന കാര്യവുമല്ല. സ്വാതന്ത്ര്യ സമരം തന്നെ ഉദാഹരണം. രക്തരഹിതമായ മാർഗങ്ങളിലൂടെയാണ് സ്വാതന്ത്ര്യം ഇന്ത്യ നേടിയെടുത്തത് എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ത്യ പൊതുവെ സമാധാനകാംക്ഷിയാണ്. സമാധാനത്തിനുള്ള ഇന്ത്യയുടെ ആഗ്രഹത്തെ ദൗർബല്യമായി കാണുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്. ഭീകരരുടെ രൂപത്തിൽ അയൽ രാജ്യം ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ സർക്കാരിന് കൈകെട്ടി നോക്കി നിൽക്കാനാവില്ല. പ്രതിരോധിക്കുകയും തിരിച്ച് ആക്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാത്രമേ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുകയുള്ളൂ. 2 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചത്. ആദ്യമേ പ്രതിരോധമായിരുന്നു, പിന്നീടാണ് കടന്നാക്രമിച്ചത്. പാകിസ്ഥാൻ ഊട്ടിവളർത്തിയ ഭീകരരുടെ സങ്കേതങ്ങൾ ഇന്ത്യ കടന്നു ചെന്ന് ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി. 100-ലധികം ഭീകരര് വധിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. അതിനിടയിൽ 40-ലധികം പാക് സൈനികരും കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിൽ ഇന്ത്യ വലിയ നിഷ്ഠ പുലർത്തിയത് സാധാരണക്കാരായ പൗരന്മാരുടെ ജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കരുത് എന്ന കാര്യത്തിലാണ്. പാകിസ്ഥാനാകട്ടെ ഇന്ത്യയെ ആക്രമിക്കുന്നതിനു വേണ്ടി സാധാരണ മനുഷ്യരെ കവചമായി മുന്നിൽ നിർത്തുകയുണ്ടായി. അത് എല്ലാ യുദ്ധമര്യാദകൾക്കും വിരുദ്ധമാണ്. യുദ്ധം ചോരക്കളിയാണ്. ഒരു ഭാഗത്തു മാത്രമല്ല നഷ്ടമുണ്ടാവുക. നമ്മുടെ രാജ്യത്തിനും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഒരു പരിക്കുപോലും ഏൽക്കാതെ ശത്രുവിനെ നിലംപരിശാക്കുന്ന വിദ്യ സിനിമയിൽ മാത്രമുള്ളതാണ്. നേർക്കുനേർ യുദ്ധത്തിൽ ആൾനാശവും വസ്തുനഷ്ടവും സംഭവിക്കാം. ഈ ആക്രമണത്തിൽ പാകിസ്ഥാനാണ് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. ഭീകരരുടെ ഒളിത്താവളങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും വ്യോമസേനാ സങ്കേതങ്ങളും ആക്രമണത്തിന് വിധേയമായി. എന്തിന്, കറാച്ചിയിലും ലാഹോറിലും വരെ ഇന്ത്യൻ സൈന്യമെത്തുകയുണ്ടായി. അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം സിവിലിയൻ നേതാക്കന്മാര് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇതൊക്കെ പാകിസ്ഥാന് ചോദിച്ചു വാങ്ങിയതാണ്. ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് വെടിനിർത്തലിനുള്ള അപേക്ഷ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ ഇന്ത്യ സ്വീകരിച്ചു. അങ്ങനെയാണ് വെടിനിർത്തലിന് സന്നദ്ധമായത്. എന്നാൽ മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിക്കുകയുണ്ടായി. സൈന്യത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും ആശയവിനിമയം കൃത്യസമയത്ത് എത്താത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനെ കൊടുക്കുന്നതിനു വേണ്ടി അവർ തന്നെ തീറ്റിപ്പോറ്റി വളർത്തിയ ഭീകരര് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തതാണ് എന്നൊക്കെ വേണമെങ്കിൽ വിശദീകരിക്കാം. പക്ഷേ ഈ വിശദീകരണമൊന്നും ഇന്ത്യ മുഖവിലക്കെടുത്തില്ല. കാരണം പാകിസ്ഥാന്റെ ചരിത്രം അത്തരത്തിലുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് പാകിസ്ഥാനെ ഇന്ത്യ പാഠം പഠിപ്പിച്ചത്. പാകിസ്ഥാന്റെ ഈ ഭീകര ആക്രമണത്തിൽ നിന്ന് ഇന്ത്യക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു:
ഇന്ത്യയിലെ നേതാക്കന്മാരെല്ലാം രാജ്യത്തിനു വേണ്ടി ഒരേ നിരയിൽ അണിചേരുന്നതിന് പുറത്തുനിന്ന് ഏതെങ്കിലും ശത്രുക്കൾ ആക്രമണവുമായി രംഗത്തു വരണം. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും രാജ്യത്തോട് ചേർന്നു. സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും രംഗത്ത് വന്നു. അത് ചെറിയൊരു കാര്യമല്ല. പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വമാണ്. അധികാര രാഷ്ട്രീയം അതിന് താഴെ മാത്രം വരേണ്ട കാര്യമാണ്. ശത്രുക്കൾ മുന്നിൽ വരാതെ തന്നെ രാജ്യസ്നേഹവും ദേശീയ ബോധവും രാജ്യത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുവാനുള്ള തീരുമാനവുമെല്ലാം പൗരന്മാരിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ആ പൗരബോധത്തിലേക്കാണ് നമ്മെ നയിക്കേണ്ടത്.